നാടൻ കോഴി വളർത്തുന്ന ആളുകൾ പലപ്പോഴും ചെയ്യാറുള്ള ഒരു അബദ്ധമാണ് നല്ല ഭംഗിയുള്ള ബ്രീഡിങ്ങിനൊക്കെ പറ്റിയ കോഴികളെ കണ്ടു കഴിഞ്ഞാൽ അതിനെ വാങ്ങി കൂട്ടുക എന്നുള്ളത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ കോഴിയിൽ അത്രയേറെ വെറൈറ്റികളുണ്ട്, പല രൂപത്തിലുള്ളത്, അതുപോലെ പല കളറിൽ, പിന്നെ പല പ്രത്യേകതകളുള്ളത്, താടി, തൊപ്പി, കുറുങ്കാലി എന്നൊക്കെ പറഞ്ഞിട്ട്. അതേസമയം ഈ മുട്ടക്കോഴി, ഇറച്ചിക്കോഴി, അതുപോലെ ഫാൻസി കോഴി ഇതിനൊന്നും അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എല്ലാം ഒരേപോലെ ആയിരിക്കും. ഇപ്പം നിങ്ങളൊരു ഫാൻസി കോഴി തന്നെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വിഭാഗത്തിൽപ്പെട്ട എല്ലാ കോഴികളും ഒരുപോലെ ആയിരിക്കും. അപ്പം പിന്നെ നമ്മൾ ഇത് വെറൈറ്റിയാണ് വാങ്ങണം എന്നൊന്നും നമുക്ക് തോന്നില്ല. മാത്രമല്ല അവർ എപ്പോഴും കച്ചവടപരമായിട്ടാണ് കാര്യങ്ങളെ കാണുക. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത കോഴികളെ വാങ്ങാനോ വിൽക്കാനോ ഒന്നും അവർ തയ്യാറാവില്ല. അതേസമയം നാടൻ കോഴി വളർത്തുന്ന ആളുകൾ ആദ്യം ഒരു രസത്തിന് വളർത്തി തുടങ്ങി പിന്നീട് ബിസിനസ് ആവുകയാണ് ചെയ്യുക. അല്ലാതെ അവരെ പോലെ ആദ്യം ബിസിനസ്സായിട്ട് ചിന്തിച്ചിട്ട് കോഴി വളർത്തുന്ന ആൾക്കാരായിരിക്കില്ല പൊതുവെ. നാടൻ കോഴി വളർത്തൽ അതുകൊണ്ട് തന്നെ നഷ്ടത്തിലാവാനുള്ള പ്രധാന കാരണം കോഴി വാങ്ങുന്നതിൽ വരുത്തുന്ന പാളിച്ചകളാണ്. അതുകൊണ്ട് തന്നെ ഏത് കോഴിയെ വാങ്ങണം, എത്ര കോഴിയെ വാങ്ങണം, ഏത് സമയത്ത് വാങ്ങണം എന്നൊക്കെ കൃത്യമായിട്ട് തീരുമാനിച്ചാൽ മാത്രമാണ് നാടൻ കോഴി വളർത്തൽ ലാഭത്തിലാക്കാൻ പറ്റുള്ളൂ. അതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കണക്ക് എന്ന് പറയുന്നത് ഒരു പൂവന് 6 8 പെട എന്നുള്ള രീതിയിൽ വാങ്ങുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള പൂവന്മാരെ വാങ്ങുക, എന്നിട്ട് അതിന്റെ കുഞ്ഞുങ്ങൾ എടുക്കുക. കുഞ്ഞുങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 1 2 ബാച്ചോ കുഞ്ഞുങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ പൂവനെ വിൽക്കുക, വീണ്ടും പുതിയ പൂവനെ വാങ്ങുക. അതുവഴി കുറേ കോഴികളെ വാങ്ങുന്നതിന് പകരം 1 2 പൂവനെ മാറ്റുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ വെറൈറ്റി കുഞ്ഞുങ്ങളെ കിട്ടാൻ തുടങ്ങും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള കൂടിന് കണക്കാക്കിയിട്ട് കോഴികളെ വാങ്ങുക എന്നുള്ളതാണ്. അതായത് കൂട്ടിൽ കോഴികളെ കുത്തി നിറയ്ക്കുന്നതിന് പകരം ഇനിയിപ്പോൾ ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ കൂട്ടിൽ തന്നെ ഇട്ട് വളർത്താൻ പറ്റുന്ന രീതിയിലുള്ള അത്ര എണ്ണം കോഴികളെ മാത്രം വാങ്ങുക. എപ്പോഴും കൂട്ടിൽ ഒരു കള്ളി ഒഴിച്ചിടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖമൊക്കെ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഒരു കോഴിയെ മറ്റൊരു കൂട്ടിലേക്ക് ആക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഇത് നല്ലതാണ്. വാങ്ങുന്നത് പോലെ തന്നെ നിർബന്ധമാണ് വിൽക്കുക എന്നുള്ളതും. ആവശ്യമില്ലാത്ത കോഴികളെ, അതായത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നിങ്ങളുടെ അടുത്ത് കൂടുതലുള്ള കോഴികളെ വിറ്റ് ഒഴിവാക്കുക എന്നുള്ളതും നിർബന്ധമാണ്. പലപ്പോഴും കുറേ പൂവന്മാരൊക്കെ ഉള്ള ആൾക്കാർ ഏതിനെ വിൽക്കുന്നുള്ള കൺഫ്യൂഷൻ വിചാരിച്ചിട്ട് വിൽക്കാതിരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് പൂവനെ വേണേൽ വിൽക്കാം. കാരണം നിങ്ങൾക്ക് അതിനേക്കാൾ നല്ല പൂവനെയോ അല്ലെങ്കിൽ അതുപോലത്തെ പൂവനെയോ പുറത്തുനിന്ന് സുഖമായിട്ട് വാങ്ങാവുന്നതേ ഉള്ളൂ. നിങ്ങൾ എന്നെ പോലെ ഒരു ചെറുകിട കർഷകനൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്തിന് മുമ്പ് നിങ്ങൾക്ക് വിൽക്കാനുള്ള കോഴികളൊക്കെ വിറ്റൊഴിവാക്കിയിട്ട് നിങ്ങളുടെ പാരന്റ് സ്റ്റോക്കിനെ മാത്രം, അതായത് അടുത്ത തലമുറ ഉണ്ടാക്കാനുള്ള കോഴികളെ മാത്രം വെച്ചിട്ട് ബാക്കി എല്ലാത്തിനെയും വിറ്റൊഴിവാക്കുക എന്നുള്ളതാണ്. കാരണം മഴക്കാലത്ത് നമ്മൾ എത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാലും രോഗം പിടിപെടാനുള്ള സാധ്യത വേനൽക്കാലത്തെയും മഞ്ഞുകാലത്തെയും അപേക്ഷിച്ചിട്ട് കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നനവുള്ളത് കൊണ്ട് തന്നെ ഈ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇവരൊക്കെ കൂടുതൽ സമയം അന്തരീക്ഷത്തിലും കൂട്ടിലൊക്കെ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് നമ്മൾ കൂടുതൽ കോഴികളെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അസുഖം വരാനുള്ള സാധ്യത അതിനനുസരിച്ച് കൂടും. കാരണം തമ്മിൽ തല്ലിയിട്ടോ അല്ലെങ്കിൽ ആരോഗ്യം കുറഞ്ഞ കോഴിക്ക് പെട്ടെന്ന് അസുഖം പിടിച്ച് ബാക്കിയുള്ള കോഴികളിലൊക്കെ വരുന്ന രീതിയിലൊക്കെ സംഭവിക്കും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മെയിൻ ആയിട്ടുള്ള പാരന്റ് സ്റ്റോക്കുകൾ, പ്രധാനപ്പെട്ട കോഴികൾക്കും കൂടെ ആ അസുഖം വരാനും, പിന്നെ നമുക്ക് ഏതിനെ നോക്കണം, അതിന് നിങ്ങൾക്കറിയാം അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിൽക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അതിൻ്റെ മുമ്പേ വിറ്റ് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ നമ്മളുടെ പ്രധാന കോഴികളെ വരെ അത് അപകടത്തിലാക്കും. മാത്രമല്ല മഴക്കാലത്തിന് മുമ്പ് വിൽക്കണം എന്ന് പറയാനുള്ള ഒരു പ്രധാന കാരണം മഴ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ കൂട്ടിലും എന്തെങ്കിലുമൊക്കെ അസുഖം പിടിക്കും. അപ്പോൾ ആൾക്കാർക്ക് പൊതുവെ ഇനിയിപ്പോൾ അസുഖം പിടിച്ചിട്ടില്ലെങ്കിലും തീറ്റ കൊടുക്കുക, മറ്റുള്ള തുറന്നു വിടുക എന്നൊക്കെ പറയുന്നതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം പൊതുവെ ആളുകൾക്ക് കോഴിയെ മടുത്ത് നിൽക്കുന്ന ഒരു സമയമാണത്. അപ്പോൾ ആ സമയത്ത് അധികാരം വാങ്ങില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് വിറ്റ് കഴിഞ്ഞാൽ വില കിട്ടാനുള്ള സാധ്യതയും കുറവാണ്, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ കിട്ടാനുള്ള സാധ്യതയും കുറവാണ്. നമ്മളുടെ കൂട്ടിൽ അസുഖമില്ല, മറ്റൊരാളുടെ കൂട്ടിൽ അസുഖമില്ല. അപ്പോൾ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് നമ്മളിലേക്ക് ഒരു കോഴിയെ മഴക്കാലത്ത് വാങ്ങുക എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ പലപ്പോഴും ഇവർ തമ്മിൽ തല്ലുകൂടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെ ഈ കൊണ്ടുവരുന്ന കോഴിയുടെ ആരോഗ്യം വഷളാവാനോ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള കോഴികളുടെ ആരോഗ്യം വഷളാവാനോ സാധ്യതയുണ്ട്. 99% നാടൻ കോഴികളുടെ ഉള്ളിലും മൈക്കോപ്ലാസ്മ അല്ലെങ്കിൽ കോക്സിഡിയോസിസ് പോലെയുള്ള അസുഖം പടർത്തുന്ന രോഗാണു ഒളിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ആക്രമിക്കപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്ക് ആരോഗ്യം കുറയുമ്പോഴാണ്. അപ്പോൾ നമ്മൾ പുതിയ കോഴിയെ കൊണ്ടുവരുമ്പോൾ അത് മഴക്കാലം കൂടി ആണ് എങ്കിൽ ആ കോഴിക്ക് അസുഖം വരാനോ അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികളുടെ കോഴിക്ക് അസുഖം വരാനുള്ള സാധ്യത അത്രയും കൂടുതലാണ്. അതോടുകൂടെ ഒറ്റ കോഴി മതി നമ്മളുടെ കൂട് മൊത്തം അസുഖം പടർന്നു പിടിക്കും. എപ്പോഴും നല്ലത് ഇത്തരം സമയത്ത് മഴക്കാലത്ത് കോഴികളെ വാങ്ങാതിരിക്കുകയോ അല്ലെങ്കിൽ വിൽക്കാതിരിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലോ കമൻറ്റ് ചെയ്യുക. അതുവഴി എനിക്കും ഇത് കാണുന്ന ആളുകൾക്കും പുതിയ അറിവുകൾ കിട്ടുകയും ചെയ്യും.